എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു മാഷ് ആകപ്പാടെ വിഷമത്തിലായിപ്പോയി. കാരണം മാഷിന് മനസ്സിലായി തന്റെ മകന് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തനിക്ക് ആ ഷർട്ട് വാങ്ങിക്കൊണ്ട് വന്നേ. എന്നിട്ടും താനത് വലിച്ചെറിഞ്ഞു. ഒരു പക്ഷെ ദൈവവും പോലും പൊറുക്കില്ല. അങ്ങനെ ഒരിക്കലും താൻ ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷിന്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. അവന്റെ മനസ്സിനെ താൻ നോവിച്ചു. തനിക്ക് വേണ്ടിയിട്ടാണ് അവനങ്ങനെ കഷ്ടപ്പെടാനായിട്ട് പോയത്. താനും വിചാരിച്ച് അവൻ ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടിരുന്ന പണമാണെന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായി പോയി മാഷിന്. പിന്നീട് മാഷ് ഇങ്ങനെ അതോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അടുക്കളയിൽ പോയി കമല വിഷമിച്ചിരിക്കുമ്പോഴത്തേനും വേദ അങ്ങോട്ടേക്ക് ചെന്നു. വേദ എന്നിട്ട് എന്താമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയാം. എനിക്കറിയാം അമ്മയുടെ മനസ്സിലിപ്പോ എന്താന്ന്. അമ്മ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നേ വിക്രത്തിനെ കുറിച്ചല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മോളെ ഞാൻ വിഷമിക്കൊന്നും വേണ്ട. വിക്രത്തിനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും. അമ്മയും അച്ഛനും ഒക്കെ മനസ്സിൽ കരുതുന്ന പോലെ തന്നെ വിക്രം നന്നായിട്ട് വരും. എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറയാം. അല്ല മോളെ, പാവം എന്റെ മോന്. അവന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. പാവത്തിന്റെ ദേഹം എല്ലാം പോയി, കണ്ടിട്ട് സഹിച്ചില്ല. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വാങ്ങിച്ചോണ്ട് വന്നപ്പോ, ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം മാഷ് അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ എന്ന് പറയാ. സാരമില്ലമ്മേ, അച്ഛനെ തെറ്റു പറയാനും പറ്റില്ല. കാരണം ഇത്രയും കാലം വിക്രം ചെയ്ത പണി എന്തായിരുന്നു? അങ്ങനെ ആ പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മേടിച്ചാന്ന് കരുതിയിട്ടില്ല അച്ഛൻ അങ്ങനെ ചെയ്തേ. അച്ഛനും അങ്ങനെ പെട്ടെന്ന് അത് കരുതിയിട്ടില്ലല്ലോ. അച്ഛനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാം. പിന്നീട് കമലയോട് പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഏതിനൊരു പരിഹാരമൊക്കെ ഇല്ലേ. ഇപ്പൊ ഇവിടെ തെറ്റിദ്ധാരണ പുറത്തുണ്ടായ സംഭവങ്ങളാണ്. ഒരു പക്ഷെ അച്ഛനൊന്ന് ചോദിക്കായിരുന്നു. അച്ഛനെ ചോദിക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ വിക്രത്തിന്റെ മനസ്സിൽ അത് നന്നായിട്ട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. അല്ല അവൻ എങ്ങോട്ടാ പോയെന്നറിയാമോ മോളെന്ന് ചോദിക്കാം. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ലമ്മ എന്ന് പറയണം. പാവം എന്റെ കുഞ്ഞ്. ഒരു വാക്ക് പോലും തിരിച്ചവൻ പറഞ്ഞില്ല. അവന് വേണേ പറയായിരുന്നു. അവൻ അപ്പം അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവനതൊന്നും പറയാതെ അല്ലേ പോയത്. അതൊക്കെ ഓർത്തിട്ട് എന്റെ നെഞ്ചു നീറുവാന്ന് പറയണേ. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലേനെ വേദ സമാധാനിപ്പിക്കുക. അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മുറിയിലേക്ക് വരിക. അങ്ങനെ വന്നാലും വേദയുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു. താനാണ് കാരണക്കാരി, താനാണ് വിക്രത്തിനോട് ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകാനൊക്കെ പറഞ്ഞേ. എന്നിട്ടും വിക്രത്തിന്റെ മനസ്സ് നൊന്തല്ലോ. പക്ഷെ ഇത്രയും കാലം ചെയ്തൊക്കെ ഓർത്തു കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അച്ഛനെയും തെറ്റു പറയാൻ പറ്റില്ല. വിക്രം എത്രയും പെട്ടെന്ന് തിരികെ വന്നാൽ മതിയായിരുന്നു എന്ന് മാത്രമേ വേദയുടെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഈ സമയം വിക്രം നേരെ പോകുന്നേ വർക്ക്ഷോപ്പിലേക്കാണ്. വർക്ക്ഷോപ്പിലേക്ക് ചെന്നിട്ട് ആരോടും മിണ്ടാതൊരു മൂലയ്ക്ക് കയറി ഇരിക്കുകയാണ്. ആ ഇരിപ്പ് കണ്ടപ്പോഴത്തേനും ജോസഫ് ഒന്നിടിച്ചു, എന്താടാ വിക്രം, നിന്റെ മുഖത്ത് എന്താ വല്ല കടന്നലും കുത്തിയോ? നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. അപ്പോഴേക്കും രാജേട്ടൻ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോയെന്ന് ചോദിക്കാം. പോയെന്ന് പറയാ. എന്നിട്ട് എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. അല്ല നീ ഇങ്ങനെ ഇരിക്കില്ല. ഇനിയിപ്പൊ നിന്റെ ഭാര്യ നിന്നോട് എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും. അവളൊന്നും പറഞ്ഞില്ല എന്ന് പറയാ. എന്നാ പിന്നെ എന്താ കാര്യം? ഇനി രാധയുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അങ്ങനെ അവർ ഓരോന്നേരം കുത്തി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ഒരു മറുപടിയും വിക്രം പറഞ്ഞില്ല. വിക്രം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. വിക്രത്തിന്റെ മനസ്സിൽ കൂടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെയാ വരുന്നേ. താൻ അവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. അച്ഛന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. പാവ അച്ഛൻ. തനിക്കാണെങ്കിൽ അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞെങ്കിലൊന്ന് കരയാൻ പൊട്ടിക്കരയാം. പക്ഷെ അച്ഛനോ വേദ പറഞ്ഞ 100% ശരിയായിട്ടുള്ള കാര്യമാണ്. താൻ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം താൻ അവരെ വേദനിപ്പിച്ചു. അന്നൊന്നും പക്ഷെ താൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. എവിടെയെങ്കിലും എന്തേലും ഒരു നല്ല ജോലി കിട്ടുവാണെങ്കിൽ ഈ പണിയൊക്കെ നിർത്തിയിട്ട് ആ ജോലിക്ക് പോവാം എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുവാണ്. അങ്ങനെ വിക്രം അവിടെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ആ സമയം വിക്രത്തിനെ കാണാതെ ആകെപ്പാട് ടെൻഷനില്ല വേദ ഇരിക്കുകയാണ്. വേദ ഇരുന്നപ്പോഴത്തേനും കമല വന്നിട്ട്, വന്നില്ലേ മോനെന്നൊക്കെ മോളെന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മ വന്നില്ല എന്ന് പറയാം. മോൾക്കൊന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഇഷ്ടപ്പെടില്ലമ്മേ, അതാ ഞാൻ വിളിക്കാത്ത. കുറച്ച് സമയം കൂടെ നോക്കാന്ന് പറയാണ്. ഈ സമയം നന്ദിനി മുറിയിലേക്ക് വന്നു. അപ്പോഴേക്കും വിനായൻ ചോദിച്ചു, അല്ലടി ഒരു ദിവസം ജോലിക്ക് പോയപ്പോ തന്നെ വിശ്വേട്ടന് അഡ്വാൻസ് പേയ്മെന്റ് ഒക്കെ കിട്ടിയെന്ന് തോന്നില്ല എന്ന് പറയാം. അതെ, ജോലിക്ക് പോയപ്പോ പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. പുതിയ ഷർട്ടും മുണ്ടും സാരിയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തെന്ന് പറയാം. നമ്മൾ മാത്രം ഒന്നും കൊടുത്തില്ലെന്ന് പറയാം. പിന്നെ നമ്മൾ എന്ത് വാങ്ങി കൊടുക്കാനാ? അല്ല ആ കേക്കിന്റെ കാര്യം അത് എനിക്കിട്ടൊന്ന് തള്ളിയതല്ലേന്ന് ചോദിക്കാ വേദ. ഞാനാ വാങ്ങിച്ചു കൊടുത്തതെന്നൊക്കെ. കാരണം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ കേക്കിന്റെ കഥ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചു. അല്ലെ ചിലപ്പോൾ ഞാൻ പറയില്ല വേദ മേടിച്ചെന്ന്. അങ്ങനെ വേദ മേടിച്ചെന്ന് പറഞ്ഞാൽ അച്ഛനെ കേക്ക് കട്ട് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അവള് മനഃപൂർവ്വം ബുദ്ധി പ്രയോഗിച്ച വിനയേട്ടാന്ന് പറയാ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വാങ്ങിച്ചാന്ന് അച്ഛൻ വിചാരിച്ചോട്ടെ. അത്രയെങ്കിലും പൈസ നമ്മൾ മുടക്കിയെന്ന്
ചിന്തിച്ചോട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലോ എന്ന് പറയാം. എനിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു, അതെ ആ ആഗ്രഹമൊക്കെ ഞങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. അറിയാലോ, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാലും നമുക്കുള്ളൂ. നാളെ ഒരു വീടോ സ്ഥലമോ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണ്ട വിനയേട്ടാ. പിന്നെ ഇവർക്ക് വേണ്ടി ചെലവാക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് എന്ത് കിട്ടാനെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ വിനയം പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് നീ പറഞ്ഞേ എന്ന് പറയാണ്. ആ സമയം മുറിയിലേക്ക് എന്നിട്ട് വിശ്വത്തിനോട് ശ്രീ ചോദിച്ചു, എങ്ങനെയുണ്ട് വിശ്വയുടെ ജോലിയൊക്കെ? ജോലിയൊന്നും കുഴപ്പമില്ല എന്ന് പറയാം. അല്ല വിശ്വേട്ടന് ബുദ്ധിമുട്ട് വല്ല ഉണ്ടോയെന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അവിടെ തന്നെ നിന്നോളാം, എനിക്കതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലെന്ന് പറയാം. ഇപ്പോഴെനിക്കൊരു സമാധാനമായത് വേദ കാരണം ഈ ജോലിയൊക്കെ കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിലോ ഇന്ന് എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിട്ടി തല കുണിച്ച് നിൽക്കേണ്ട വരില്ലായിരുന്നോ എന്നൊക്കെ പറയണം. ഇപ്പൊ വിശ്വേട്ടനൊരു വിലയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. ഇനി വിശ്വേട്ടൻ അത് നശിപ്പിക്കരുത്. ജോലിക്ക് എന്നും പോണം കേട്ടോ, നമ്മുടെ മോളെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, എല്ലാം ശരിയാകൂടി, നീ ധൈര്യമായിട്ടിരുന്നോ, ഞാനല്ല പറയണേ എന്നൊക്കെ പറയണം. ആ സമയം വേദ ഇങ്ങനെ വിക്രത്തെ നോക്കി കാത്തിരിക്കുക. വിക്രം ഇതുവരെയായിട്ടും വന്നിട്ടില്ല, എന്തായതെന്നും അറിയത്തില്ല. പിന്നീട് ആകെപ്പാടെ വിഷമമായി പേ ഇതുവരെയായിട്ടും വരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് വേദയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് ഒന്നുകൂടെ കമല അങ്ങോട്ടേക്ക് വന്നു. കമല വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ ഇതുവരെയായിട്ട് അവൻ വന്നില്ല എന്ന് ചോദിക്കാം. വന്നില്ലമ്മേ എന്ന് പറയണം. ഷോ ഇത് എതിലെ പോയി എന്നൊക്കെ പറയണം. ആ സമയത്താണ് മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കമല പറഞ്ഞു, ഇതുവരെയായിട്ടും വിക്രം എത്തിയിട്ടില്ലെന്ന് പറയാം. പെട്ടെന്ന് മാഷ് പറഞ്ഞു, അതിനിപ്പോൾ അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലോ, അവൻ സ്ഥിരം പാതിരാത്രിക്ക് വരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം കമല പറഞ്ഞു, അങ്ങനെയാണോ? ഇന്ന് അവന്റെ മനസ്സ് ഒത്തിരി വേദനിച്ച് അവൻ പോയിരിക്കുന്നത്, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വിഷമ മാഷേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ നേരെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛനൊരു പക്ഷേങ്കിൽ ആ ചെയ്ത് തെറ്റായിപ്പോയി, അച്ഛനൊന്ന് ചോദിക്കായിരുന്നു. ഒരു പക്ഷേ ഇത് എങ്ങനെയാ വാങ്ങിച്ചേ? നീ ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ട് പൈസക്കാണോ അതോ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയതാണോന്ന് അത് അച്ഛൻ ചോദിക്കാതെ പോയി, അത് അച്ഛൻ ചെയ്ത് തെറ്റാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, ഇന്ന് വരെ അവന് ചെയ്തേക്കുന്ന പണി എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിക്കായിരുന്നേ. അത് ഞാൻ ചെയ്ത് തെറ്റാ, അത് ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്നു. പക്ഷെ എന്നും പറഞ്ഞോണ്ട് അവനിങ്ങനെ കൊണ്ടു തരുമ്പോഴത്തേനും ഞാൻ ഇരുകൈ നീട്ടി സ്വീകരിക്കണോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അച്ഛൻ എന്താ വെച്ചാൽ അങ്ങനെ പറയണേ. അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രം. വിക്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. വിക്രം മുമ്പ് എങ്ങനെയായിരുന്നു? ഈ കുടുംബത്തിലേക്ക് അച്ഛന്റെ ഏറ്റവും നല്ല പ്രതീക്ഷ വിക്രം അല്ലായിരുന്നോ? പിന്നെ എങ്ങനെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയി മാറിയത്? അല്ലെങ്കിൽ വിക്രം എങ്ങനെയായി തീർന്നേന്ന് ചോദിക്കോ. ഒരു നിമിഷം മാഷൊന്ന് ഞെട്ടി. മാഷൊന്നും മിണ്ടാന്ന് നിൽക്കുമ്പോഴത്തേന് കമല പെട്ടെന്ന് പറഞ്ഞു, അല്ല നീ എന്താ കുട്ടി പറയണേ? നീ അന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ചൊന്നും നീ അറിയാൻ താല്പര്യപ്പെടുകയും വേണ്ട. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കൂടുതൽ അതിനെക്കുറിച്ച് ചോദ്യം പറിച്ചുള്ളൊന്നും വേണ്ടാന്ന് പറയാം. ഇത് കേട്ടതും വേദ പറഞ്ഞു, എനിക്കറിയാം അച്ഛനും അമ്മയും എന്നിൽ നിന്ന് എന്തോ ഒളിക്കാണ്ട് ശ്രമിക്കുന്നുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ വിക്രത്തിന്റെ പൂർവ്വകഥകളെ കുറിച്ചൊക്കെ ആയിരിക്കും. അതറിഞ്ഞാൽ മാത്രമേ വിക്രത്തിനെ നന്നാക്കാനായിട്ട് നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. വിക്രത്തിന്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ. അച്ഛനാണെങ്കിലും വിക്രത്തിനെ കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പക്ഷെ രണ്ടുപേരും അതിന് തയ്യാറായിട്ടില്ല, അതാന്ന് പറയണം. പിന്നെ മോന് തെറ്റ് ചെയ്ത് പോയെന്നും പറഞ്ഞുകൊണ്ട് മോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി നടന്നിട്ട് കാര്യമില്ല. അവനെ വിളിച്ചിരുത്തി ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അതിന്റെ സമയവും കാലവും കഴിഞ്ഞു പോയി വേദാന്ന് പറയാം. ഒരു സമയവും കഴിഞ്ഞു പോയിട്ടില്ല അച്ഛാ. എത്ര വലുതായെന്ന് പറഞ്ഞാലും മക്കൾ എപ്പോഴും മക്കൾ തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും അവരെ ഉപദേശിക്കാനുള്ള അർഹത അവകാശമൊക്കെ ഉണ്ടെന്ന് പറയാം. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, ഞാൻ ആരെയും ഉപദേശിക്കാനും നേരെയാക്കാനൊന്നുമില്ല, അവരവർക്ക് അവരോട് ഇഷ്ടം പോലെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് മാഷ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം കമലയോട് വേദ പറഞ്ഞു, എനിക്കറിയാം അമ്മയുടെ മനസ്സ് നീറുന്ന എന്താന്ന്. അമ്മയെ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താ കാരണം എന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ അറിയായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ഉറപ്പുവരാം, വിക്രം നന്നാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും വിക്രം നന്നാവും. അമ്മയുടെ അച്ഛനെ പഴയ മകനായിട്ട് വിക്രത്തിനെ ഞാൻ മുന്നേ കൊണ്ട് നിർത്തും. അന്ന് എന്നെ അമ്മ വിശ്വസിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും കമല വേദന കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം മോളെ, നിന്റെ മനസ്സിന്റെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നീ എത്ര നല്ലവളാന്ന് പറയാം, നിന്നെ കൊണ്ടതിന് സാധിക്കുമെന്ന് എനിക്കറിയാന്ന് പറയാണ്. പിന്നീട് വേദ പറഞ്ഞു, അതെ അച്ഛന് മാത്രം എന്താമേ മനസ്സിലാകത്തെ? ഒരു പക്ഷേങ്കില് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നല്ലതേ വേണ്ടാന്ന് അച്ഛൻ എന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിക്കും. കമല പറഞ്ഞു, എല്ലാ അച്ഛനും മനസ്സിലാവുന്നുണ്ട് മോളെ, പക്ഷെ അത് അച്ഛന് പുറമെ പ്രകടിപ്പിക്കാത്തതെന്ന് മാത്രമേ ഉള്ളൂ. മോളെ നന്മകൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷേങ്കില് അറിയാലോ, അച്ഛന്റെ സ്വഭാവം അറിയാലോ, മാഷാണ്, ആളുടെ മുന്നിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു മുഖംമൂടി അടിഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ ആള് പാവമാണ്, അദ്ദേഹത്തിന്റെ ഉള്ളു പാവാന്ന് പറയണം. ഇത് കേട്ടൻ വേദ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അമ്മേ, അതിനെക്കുറിച്ച് അമ്മ പറയേണ്ട കാര്യമില്ല. അച്ഛനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പുറമെ കാണിക്കുന്ന ഈ പരിക്ക് സ്വഭാവമാണെങ്കിലും ഉള്ളിൽ ആള് പാവാന്നുള്ള കാര്യം എനിക്ക് അറിയാന്നൊക്കെ പറയണം.
പിന്നീട് വേദ അങ്ങോട്ടേക്ക് പോവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് വിക്രം വരുന്നത്. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേന് വേദ ഇങ്ങോട്ട് ചെന്നിട്ട് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുക. വേണ്ടാന്ന് പറയാ. അതെന്താ വേണ്ടാത്തെ? ഞാൻ കഴിച്ചെന്ന് പറയണ. ഇത് കേട്ടതും വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. കഴിച്ചിട്ടൊന്നുമില്ല, വെറുതെ പറയണ. വരാൻ മടിയുള്ളതുകൊണ്ടാ. ഇവിടുന്ന് കഴിക്കാൻ ചില ഫുഡ് കഴിക്കാൻ മടി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. പകൽ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നീട് വേദ എന്നിട്ട് പറഞ്ഞു, അതെ ഈ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയാം. ഈ വാശിയും ദേഷ്യമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയട്ടെ. വിക്രം എടുത്തു കൊടുത്ത ഷർട്ടില്ലേ അച്ഛനതിൽ നിന്ന് ഇട്ടെന്ന് പറയണം. ഒരു നിമിഷം പെട്ടെന്ന് ഞെട്ടലോട് കൂടിയിട്ട് വേദന നോക്കുകയാണ് വിക്രം. നീ എന്താ പറഞ്ഞേ? ഞാൻ സത്യ പറഞ്ഞേ. അച്ഛൻ ഇന്ന് ആ ഷർട്ട് എടുത്ത് ഇട്ട് നോക്കിയായിരുന്നു, ഞാൻ കണ്ടതാ. ഇത് കേട്ടപ്പം വിക്രം താങ്ക്സ് എന്ന് പറയണേ. താങ്ക്സോ? എന്തിനാ? അല്ല അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് വാങ്ങിച്ചോണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേ അച്ഛൻ മുഖത്ത് വലിച്ചെറിഞ്ഞാലും അവസാനം അച്ഛനെ സ്വീകരിച്ചല്ലോ. നീ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. ഒരുപക്ഷെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അത് സ്വീകരിച്ചാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അച്ഛനത് ഉപയോഗിച്ചില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് ശരിയാ, അച്ഛനോടും അമ്മയോടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാ വാങ്ങിയെന്നുള്ള കാര്യം. അതുകൊണ്ട് അച്ഛൻ അത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് അച്ഛൻ ആ ഷർട്ട് ഇട്ടേന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമായി. വിക്രത്തിന് മനസ്സിലായി വേദ തന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നേ. ഒരിക്കലും താൻ നശിച്ചു പോകാനായിട്ട് അവൾ ആഗ്രഹിക്കുന്നില്ലെന്നുള്ള സത്യം. ശരിക്കും തന്റെ ഭാര്യ തന്നെയാണ് ഇവള്. അതുകൊണ്ടല്ലേ തന്നെ നന്നാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നീ ഇപ്പം നന്നായെങ്കിലും ഇല്ലെങ്കിലും എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതി പോത്തല്ലേ ഉള്ളൂ. പക്ഷെ ഇവള് നല്ല മനസ്സിന്റെ ഉടമയാണ് എന്നുള്ള കാര്യം വിക്രം തിരിച്ചറിയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.